അലൈക്കും. എനിക്കൊരു ഹക്കീക്ക അറുക്കാനുണ്ട്. എന്റെ സുഹൃത്തുക്കൾ ഒരു 7 ആളുകൾ കൂടിയിട്ട് ഒരു വളിയത്ത് അറുക്കുന്നതിനും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്റെ ഈ ഹക്കീക്ക ആ വളിയത്തിന്റെ 7-ൽ ഒരു ഭാഗത്തിലേക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? അഥവാ ഞാൻ അങ്ങനെ നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഹക്കീക്ക വീടുമോ? ആ ഹക്കീക്ക വീടും എങ്കിൽ അതിനോട് കൂടെ വളിയത്ത് എന്റെ പ്രതിഫലം അതിനോട് കൂടെ ലഭിക്കുമോ? എന്താണ് അതിന്റെ വിവരണം? പ്രിയപ്പെട്ട ക്ലാസ് റൂമിലുള്ള ശ്രോതാക്കളോട് ഇത് വാട്സാപ്പിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമാണ് പറയുന്നത്. ഈ വിഷയവുമായി അറിയാത്ത ശ്രോതാക്കൾ ക്ലാസ് റൂമിൽ അയിരകളിലുണ്ടെങ്കിൽ ആരും തന്നെ മൈക്കയിലേക്ക് വരരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്ന് ഒരു വ്യക്തത കിട്ടുന്നില്ല. ഞാൻ മനസ്സിലായതും ഇനി മറ്റൊരു രൂപത്തിലാവാൻ സാധ്യതയുണ്ടെങ്കിൽ രണ്ടിന്റെയും മറുപടി ചുരുക്കി പറയാം. അദ്ദേഹം ഒരു അക്കീക്കത്തറക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവർ അറക്കുന്നതിൽ പങ്കുചേരുകയാണ്. അപ്പൊ അതിലേക്ക് ചേർത്തിട്ട് അക്കീക്കത്തും ഒളൂഹിയത്തും ഒന്നായിട്ട് അദ്ദേഹത്തിന്റെ ഓരിയിൽ കരുതാൻ പറ്റുമോ? അങ്ങനെയാണ് ഒരു ഭാഗത്തിൽ മനസ്സിലായി കിട്ടുന്നത്. അതായത് അദ്ദേഹം ഒരു പങ്ക് ചേരുന്നുണ്ട്, ആ പങ്കിൽ അദ്ദേഹം ഒളൂഹിയത്തും ഉദ്ദേശിക്കുക, അക്കീക്കത്തും ഉദ്ദേശിക്കുക. അത് പറ്റൂല. ഒരു ഓഹരിയിൽ അക്കീക്കത്തും ഉദ്ദേശിക്കുക, ഒളൂഹിയത്തും ഉദ്ദേശിക്കുക, അത് പറ്റില്ല. പക്ഷെ എന്തു പറ്റും? അദ്ദേഹം പങ്കുചേരുന്നവർ മൃഗത്തില് കുറച്ചാളുകൾ ഒളൂഹിയത്തും കുറച്ചാളുകൾ അക്കീക്കത്തുമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഒരു പോത്ത് പോലോത്ത മൂരി പോലോത്ത മൃഗത്തെ അറക്കുമ്പോൾ 7 ഓഹരി ഉണ്ടാകും. 3 ആള് ഒളൂഹിയത്ത് ഉദ്ദേശം വെച്ച് പങ്കുചേർന്നു, ഒരാള് ഒരു ഓരി ഒളൂഹിയത്തും ഉദ്ദേശിച്ച് പങ്കുചേർന്നു, ഒരു ഓരി അക്കീക്കത്തും ഉദ്ദേശിച്ച് പങ്കുചേർന്നു. ബാക്കിയുള്ളവര് ഓരോരുത്തരും ഓരോ അക്കീക്കത്ത് ഉദ്ദേശിച്ചു ചേർന്നു. ഇതുകൊണ്ടൊന്നും കുഴപ്പമില്ല. നേരെ മറിച്ച് ഒരു ഓരിയിൽ അക്കീക്കത്തും ഉദ്ദേശിക്കുക, ഒളൂഹിയത്തും ഉദ്ദേശിക്കുക, അത് പറ്റുന്നതല്ല. നേരെ മറിച്ച് ഒരു മൃഗത്തെ പങ്കുചേരാൻ പറ്റാകുന്ന മൃഗത്തെ അറക്കുമ്പോ പലവർക്കും പല ഉദ്ദേശങ്ങളും വെച്ച് ഓരോ ഓരി ചേരാം. ഇനി വേണമെങ്കിൽ ഒരാൾക്ക് തന്നെ 2 അക്കീക്കത്ത് ഉദ്ദേശിച്ച് 2 ഓഹരിയിൽ പങ്കുചേരാം, അല്ലെങ്കിൽ 2 ഒളൂഹിയത്ത് ഉദ്ദേശിച്ച് 2 ഓഹരിയിൽ പങ്കുചേരാം. അതല്ലെങ്കിൽ ഒരാള് തന്നെ ഒരു ഓഹരിയിൽ ഒളൂഹിയത്തും ഒരു ഓഹരിയിൽ അക്കീക്കത്തും, അങ്ങനെയൊക്കെയും പറ്റും. നേരെ മറിച്ച് ഒരു ഓഹരിയിൽ തന്നെ ഒളൂഹിയത്തും അക്കീക്കത്തും ഉദ്ദേശിക്കുക, അങ്ങനെയാണെങ്കിൽ അത് പറ്റുന്നതല്ല. നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ ഒളൂഹിയത്തും നിങ്ങൾ ഒരു ഓഹരിയിൽ അത് അക്കീക്കത്തും കരുതുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. സാന്ദർഭികമായി എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി 7 വാപ്പമാരുടെ മക്കൾ, ഒരാൾക്ക് 7 മക്കളുണ്ട്. അപ്പൊ അവര് 7 മക്കളുടെ അക്കീക്കത്ത് ഉദ്ദേശിച്ച് പങ്കുചേരാൻ പറ്റാവുന്ന പോത്ത് മൂലി പോലത്തെ മൃഗത്തറത്താൽ 7 മക്കളുടെ അക്കീക്കത്തും കൂടുന്നതാണ്. അതല്ല, 7 രക്ഷിതാക്കന്മാര് അവരുടെ 7 വ്യത്യസ്തമായ 7 മക്കൾക്ക് വേണ്ടി ഒരു പോത്തിനെ അക്കീക്കത്തായി അറുത്തു, അതുകൊണ്ടും കുഴപ്പമില്ല. ഇനി കുറച്ചാൾക്കാര് അക്കീക്കത്തും കുറച്ചാൾക്കാര് ഒളൂഹിയത്തും, ഒരാള് തന്നെ ഒരു ഓഹരിയിൽ അക്കീക്കത്തും ഒരു ഓഹരിയിൽ ഒളൂഹിയത്തും പോലത്തെ കാര്യങ്ങളൊക്കെയും പറ്റുന്നതാണ്. അദ്ദേഹം ഈ ചോദ്യം അയച്ച ആള് വേണ്ടതുപോലെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇത് മനസ്സിലാകുന്നില്ല. ഇനി അങ്ങനെ എല്ലാ റേഡിയോ ശ്രോതാക്കളോടും ചോദ്യങ്ങൾ അയക്കുമ്പോ ആർക്കും വ്യക്തമാകുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രത്യേകം തയ്യാറാവണം. മനസ്സിലായത് വെച്ച് പറഞ്ഞ മറുപടിയാണ്.